മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ അച്ഛനും ജ്യേഷ്ഠനും ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തി. മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അച്ഛനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്കിലാണ് മാനസിക ദൗർബല്യം നേരിടുന്ന യുവാവിനെ അച്ഛനും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയത്. മാലിത്തറ ഉന്നതിയിൽ രാമകൃഷ്ണന്റെ മകൻ 35-കാരനായ സന്തോഷാണ് മരിച്ചത്. തലയ്ക്ക് അടിയേറ്റതാണ് മരണകാരണം. രാവിലെ ഈ മരിച്ച സന്തോഷ് കുമാറിൻ്റെ അച്ഛൻ രാവിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരികയും ഒരു 5:30 കാണും. 5:30 എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചവൻ പറഞ്ഞു അത് അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവനെ ഭിത്തിയെ പിടിച്ച് തള്ളി തലയെന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി കാണും? അത് ഇന്നലെ രാത്രി 8:30 പറഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ എന്താ? അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്കിനി ജീവിക്കാൻ എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ആരെ കണ്ടാണെന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ മൂത്ത മകനോടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തൊട്ടുപുറകെ തന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. പിതാവിനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷിന്റെ ആക്രമണം സഹിക്കവയ്യാതെ രാത്രിയിൽ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ രാമകൃഷ്ണൻ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. രാവിലെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സംഭവ സമയത്ത് രാമകൃഷ്ണനും മൂത്ത മകൻ സനലും സന്തോഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം പിതാവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന. പലവട്ടം സന്തോഷിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഉപദ്രവം തുടർന്നു. പിന്നാലെ പിതാവും സഹോദരനും ചേർന്ന് ഇയാളെ കട്ടിലിൽ പിടിച്ച് കിടത്തി കെട്ടിയിട്ടു. ബഹളമടങ്ങാതായപ്പോൾ കണ്ണിൽ മുളകുപൊടിയിടുകയും തലയ്ക്ക് അടിക്കുകയും ചെയ്തു. 3ാമത്തെ അടിയിലാണ് തലപൊട്ടി ചോര വന്നത്. പക്ഷേ അച്ഛനും സഹോദരനും ഇതാരെയും അറിയിച്ചില്ല. രാവിലെയാണ് മരണവിവരം പുറത്തു പറഞ്ഞത്. രാമകൃഷ്ണനും സനലും ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സനലും സന്തോഷും അവിവാഹിതരാണ്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കരുനാഗപ്പള്ളി സ്വദേശികളായിരുന്ന ഇവർ 6 വർഷം മുമ്പാണ് ശാസ്താംകോട്ട മൈനാഗപ്പള്ളിയിൽ താമസിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.